ഇന്ന് നമുക്ക് ഡ്രാമ കാണാൻ പോകാനുണ്ട്. അപ്പോൾ അതിനായിട്ടുള്ള ചെറിയൊരു ഗെറ്റ് റെഡിയാണ്. അപ്പോൾ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇതൊക്കെ ഞങ്ങളുടെ മേക്കപ്പ് സാധനങ്ങളാണ്. ഇത് ഉപയോഗിച്ചാണ് ഞങ്ങൾ ഇത് ഗെറ്റ് റെഡി വരുന്നതാണ്. ഇതിൽ കുറച്ച് കഥയൊക്കെ അടങ്ങിയിട്ടുണ്ട്. അതൊക്കെ ഞങ്ങൾ പറഞ്ഞു തരാം. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ പൗഡർ ഇടാം. ഫസ്റ്റ് മോയ്സ്ചറൈസർ പൗഡർ ഇടാം. ചീച്ചി മോയ്സ്ചറൈസർ ഇത് വെറും കൊട്ടയാണ്. ഇത് ഇങ്ങനെ പൊക്കിയിട്ട് കയ്യെങ്കിൽ ഇന്ന് നോക്കി തോന്നി. അപ്പൊ ഞാനിവിടെ പൗഡർ ഇടാണ്. എന്റെ കൈ എന്തോ വെള്ള കളറായല്ലോ. ഉണക്കട്ടെ. മോയ്സ്ചറൈസർ നന്നായിട്ട് അപ്ലൈ ചെയ്യുന്നുണ്ട്. ഇത് അത്രേ ഉള്ളൂ, അതുകൊണ്ട് ഇത് ചെയ്യുന്നില്ല. മുഖം കണ്ട് പാണ്ട് കെട്ടിയ പോലെ കുറച്ച് കുറച്ച് കളയും. പിന്നെ എന്നെ കണ്ട ആൾക്കാർ പേടിച്ചു കൊടുക്കും. അപ്പൊ ഞാൻ പൗഡർ ഇട്ടു. ഇനി നമുക്ക് ഹിമാലയയുടെ കൺമഷീടാം. നോക്ക്, ഇത് ഇത്രയേ ഉള്ളൂ. ഞാനിത് വാങ്ങിച്ചിട്ട് ഒരാഴ്ച മാത്രമേ ആവാനായുള്ളൂ. പക്ഷെ ഇതിൻ്റെ അകത്ത് കണ്ടോ ഇങ്ങനെ തന്നെയുണ്ട്. നമുക്ക് ലൈറ്റായിട്ട് ഇടാം. അപ്പോൾ ഒരു ക്രീം അങ്ങോട്ട് തിരിച്ചെടുത്തിട്ട് ഒരു ഫംഗ്ഷന് പോലെ മേക്കപ്പ് ആണ്. ഫംഗ്ഷനും ഒന്നുമല്ല ഇത്. ഞങ്ങളൊരു ഡ്രാമക്ക് പോവാണ്. അതിനാണ് ഇത്രയും മേക്കപ്പ് ഇടുന്നത്. സിമ്പിൾ ആയിട്ടാണ് ചെയ്യുന്നത്. പക്ഷേ എത്തുമ്പോൾ എല്ലാം പോയിക്കോളും. ഇനി നമുക്ക് യാർഡ്ലിന്റെ ഒരു പൗഡർ ഇടാം. ഞങ്ങൾ ലാസ്റ്റാണ് മുടി കെട്ടുന്നത്. ഇപ്പോൾ ഞങ്ങൾ മുഖമൊക്കെയാണ് ചെയ്യുന്നത്. ഇതിനാണ് നമ്മൾ മുടി കെട്ടുന്നത്. അപ്പം ഞാൻ ഒരു കണ്ണിന് കൺമഷി എഴുതിയിട്ടുണ്ട്. ഇനി നമുക്ക് മറ്റേ കണ്ണിലേക്ക് എഴുതാം. പൗഡർ നന്നായിട്ട് അപ്ലൈ ചെയ്തെടുക്കുന്നുണ്ട്. ഒരു കണ്ണിൽ കൂടിപ്പോയി, ഒരു കണ്ണിൽ കുറച്ചായി. അപ്പം ഞാൻ കൺമഷി ഇട്ടു. നമുക്ക് ഐലൈനർ കൂടി ഇടാം. ഇതിന് പിന്നിലൊരു കഥയുണ്ട്, അത് ഞാൻ പറയാം. ഇതിൻ്റെ കുഴലല്ല, ഞാനിത് മാറ്റിയെടുത്തതാണ്. ഈ ഐലൈനർ കണ്ടോ, ഇതുപോലെ ഒരു ഐലൈനർ ആണെന്ന് എനിക്കും ഉണ്ടായത്. അപ്പോൾ ഇത് തീർന്നപ്പോൾ ഇത് ചെറിയ കുഴലാണ്. ഈ ഐലൈനർ കണ്ടോ, ഇതിൻ്റെതാണ് ഇത്. എന്നിട്ട് ഞാനത് മാറ്റിയാണ് കേട്ടോ. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ ഐലൈനർ തീർന്നു. അപ്പോൾ ഇതിൻ്റെ കുഴൽ വലിയതായിരുന്നു. എനിക്കത് വേണ്ടാന്ന് പറഞ്ഞ് ഞാൻ ഈ ചെറുതിൻ്റെ ഇട്ട് ഇരുത്തേക്ക് ഇട്ടു കേട്ടോ. ഇനി നമുക്ക് ഹിമാലയയുടെ ഒരു കൺമഷി ഇട്ടെടുക്കാം. ഇപ്പം ഞാൻ ഐലൈനർ ഇടാൻ പോവാണ്. തെറ്റുമെന്ന് എനിക്കറിയത്തില്ല. ഞാൻ ലൈറ്റ് ആയിട്ടാണ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. ഞാൻ ഈ ഒരു ഡാസ്ലറിൻ്റെ ഒരു ഐലൈനർ ഇട്ടെടുക്കുന്നുണ്ട്. ഒരുമിച്ച് തന്നെ ഇടാം. കിട്ടിയാൽ കിട്ടി, പോയാൽ പോയി. അതെന്നെ ഗൈസ്. എല്ലാവരും വീഡിയോ കാണുക മാത്രം ചെയ്യല്ലേ, ഷെയറും ലൈക്കും സബ്സ്ക്രൈബും ചെയ്യണേ. ആദ്യം നേരെയായി. നോക്കട്ടെ. അയ്യോ, പോയേ. നോക്കട്ടെ. എന്നതോ ഞാൻ വാലൊക്കെ വരക്കാറുണ്ട്. എനിക്ക് വാല് വരക്കാനാണ് ഇഷ്ടം. അപ്പം ഞാൻ ഒരു കണ്ണിൽ അപ്ലൈ ചെയ്ത് നമുക്ക് മറ്റേ കണ്ണിൽ അപ്ലൈ ചെയ്തു. തീർന്നോ? അപ്പം
എന്നെ പോലെ ചെയ്തേക്ക് വലുതുണ്ടെങ്കിൽ. ഇനി മുടി കെട്ടാൻ പോകണോ? നൈറ്റ് മതി, കട്ടി വേണ്ട. നമ്മൾ ഫംഗ്ഷനൊന്നും അല്ല പോകുന്നത്, ഒരു ഡ്രാമ കാണാൻ പോവാ. നിങ്ങളുടെ കൈകൊട്ടിക്കളി നിങ്ങളെല്ലാവരും സബ്സ്ക്രൈബും ഷെയറും ലൈക്കും ചെയ്ത എന്നാണ് വിചാരിക്കുന്നത്. എല്ലാവരും ചെയ്യണേ. നമുക്കിത് ഈ കഴിച്ച് നമുക്ക് കഴിക്കിടാം. എൻ്റെ പാൽ അപ്പൊ ഞാൻ എന്റെ ഒരു കണ്ണ് നേരെയായി, മറ്റേ കണ്ണ് കോളായി. അപ്പൊ നമുക്ക് ഇതും കൂടി ഒന്ന് നൽകുക. പൊടിച്ച് വന്നിരിക്കുന്ന കഴിച്ച് പൊടിച്ച്. അപ്പൊ ഇത് ഞങ്ങളുടെ അപ്പുറത്തെ വീട്ടിലെ ചേച്ചിയാണ്, പേര് ആര്യ എന്നാണ്. ഹലോ. എന്തിനായി ഇതൊക്കെ ഇട്ടത്? ചെമ്മരിയാടിന്റെ വസ്ത്രം പോലെ ഉണ്ടല്ലോ. ഡ്രാമക്ക് പോണതാ, സിനിമ തിയേറ്ററിലേക്കൊന്നല്ല പോണത്. അയ്യോ എന്റെ അയിലിനടുത്ത് ഹെയർ ഒന്ന് ചെറുതായിട്ട് വാർന്നു നോക്കാൻ. അപ്പൊ ഞാൻ കുറി ഇടണോന്ന് നമുക്ക് പോളിടൈൽ കെട്ടിയിട്ട് ആലോചിക്കാം. എന്റെ ഷോർട്ട് ഹെയർ ആയിട്ട് എനിക്ക് സിമ്പിളാണ്. എന്റെ ജടയൊക്കെ ഞാൻ കളഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് നമുക്ക് വേഗം മുടി വെട്ടാം. മുടി വാരണോ കെട്ടണോ? എനിക്ക് കെട്ടാം. ആയില്ലല്ലോ. ഇത് നേരെ ആയില്ലെങ്കിൽ ഇത് നേരാമണം നിൽക്കുന്നുണ്ട്. കുറച്ച് സൈഡിലേക്ക്. ഇത് രണ്ടുപേർക്ക് നിൽക്കേണ്ട സ്പേസ് ഇല്ല ഗൈസ്. ഞാൻ പുറത്തായിപ്പോ. ഈ ഒരു ഹെയർ ബാൻഡ് വെച്ചെടുക്കാതെ ഇതിനെ ന്യൂ ഹെയർ ബാൻഡ് എന്ന് പറയാം. കുറച്ച് സൈഡിലേക്ക് നിന്നാ എനിക്കും കൂടി ചെയ്യായിരുന്നു. താങ്ക് യു. നമുക്ക് നമ്മുടെ സ്ഥിരം പരിപാടിയായ വാല് മുന്നിലോട്ടിട്ട് കൊടുക്കാം. ഇത്ര മതി, ഇല്ലെങ്കിൽ എൻ്റെ അമ്മ വഴക്ക് കൊടുക്കും. ഞാൻ എപ്പോഴും ചെയ്യാറുണ്ട് ഇങ്ങനെ ചെയ്യുന്നത്. എനിക്ക് ഇഷ്ടമായി ഇങ്ങനെ ചെയ്യുന്നത്. ചീപ്പ് കൊള്ളത്തില്ല. എനിക്ക് ഇത്രയായി ഹൈറ്റിൽ കെട്ടണം. ഒന്നുകൂടില്ലോ. ഈ ചീപ്പൊക്കെ എടുക്കട്ടെ. അപ്പൊ മറ്റേ ചീപ്പ് ഞാൻ മാറ്റി. ഈ ചീപ്പ് ഞാൻ ഫൈനലായിട്ട് ഈ ഒരു ക്ലിപ്പും കൂടി അങ്ങോട്ട് കിട്ടിയിട്ടുണ്ട്. കുറച്ച് ക്യൂട്ട്നെസ് ആയിരിക്കും. മുടി കെട്ട് ഡ്രാമക്കാ പോകുന്നത്. തണുപ്പിന് മുടി കെട്ടിക്കൂടെ? ഇത് എത്ര കിട്ടിയിട്ട് തരാതില്ലല്ലോ. ഈ ഒരു വലയും കൂടി ഇട്ടിട്ടുണ്ട്. ഇത്ര ഞാനിവിടെ ഒരുമിച്ച് വെച്ചിട്ടുണ്ട്. ഇവർക്ക് ഇത്ര വൈറ്റ് അയച്ചിട്ടാണ്. എനിക്കായില്ല. എനിക്ക് ഇത്രയായി. ഇനി നമുക്ക് ലാസ്റ്റായി കുത്തിയെടുക്കാം.
പിന്നെ പൊട്ടിയിടണ്ട എന്ന് ആലോചിച്ച് നിൽക്കുകയാണ്. വേണമെങ്കിൽ ഹാൻഡ് ബാഗ് ഇടാം. കൊള്ളാമോ? നമുക്കൊരു ഹാൻഡ് ബാഗ് വാച്ചിന് ചാർജൊന്നും ഇല്ല, വെറുതെ കഴിക്കുന്നത് മാത്രമാണ്. അപ്പം ഗൈസ് ഇപ്പോൾ ഇവിടെ നിർത്താണ്. ഇനി നമ്മൾ അവിടെ പോയിട്ട് ഡ്രാമേൻ്റെ വീഡിയോ കാണിക്കുന്നുണ്ട്. എല്ലാവർക്കും ബൈ ബൈ. അപ്പോൾ ഇപ്പോൾ ഇവിടെ വെച്ച് നിർത്തുന്നുണ്ട്. ഇനി അവിടെയുള്ള വിശേഷങ്ങളും വീഡിയോ ഒക്കെ കാണിച്ചു തരുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ ഇവിടെ നിന്ന് വെച്ചിട്ട് നിർത്തുവാണ്. എല്ലാവർക്കും ബൈ. ഹലോ ഗൈസ്, അപ്പൊ നേരത്തെ പറഞ്ഞ പോലെ ഞങ്ങൾ നാളെ കാണുന്ന സ്ഥലത്തേക്ക്. അപ്പൊ ഇതാണ് ഇത്ര ആൾക്കാരുണ്ട്. നമുക്ക് സീറ്റ് കിട്ടുമെന്ന് അറിയില്ല. നമുക്ക് നടന്നു നോക്കാം. ഇത് സ്കൂൾ ഗ്രൗണ്ടിലാണ്. ഇത് ഇതിന്റെ തൊട്ടപ്പുറത്താണ് സ്കൂള്. ഉദ്ഘാടനം തുടങ്ങിയത് മാത്രമേ ഉള്ളൂ. അങ്ങോട്ടുണ്ട് വലിയ മരമൊക്കെ ഉണ്ട്. നല്ല വ്യൂ ആണ് കേട്ടോ. ഞാനപ്പോ നോക്കി ഷാളൊക്കെ ഇട്ട് വന്നിട്ടുണ്ട്. എനിക്ക് ചെമ്മരിയാടിന്റെ രോമ ഇട്ടിട്ട് വന്നിട്ടുണ്ട് ഒരാള്. ചെമ്മരിയാടിന്റെ രോമേ. ഞാനപ്പോ ഒരു പേരിട്ടു, ചെമ്മരിയാടിന്റെ രോമം. നേരത്തെ ഞാൻ എല്ലാവരും ഞങ്ങളുടെയൊക്കെ പുസ്തകങ്ങള് വന്ന് ഒരു ലൈക്കും പ്രസാധകര് ഞങ്ങൾ അറിയാതെ തന്നെ 2, 3, 4 എഡീഷൻ ഇറക്കുന്നുണ്ട്. ഉദ്ഘാടനം തുടങ്ങി. പുസ്തകങ്ങൾ ഇറങ്ങുന്നുണ്ട്, പക്ഷെ അത് എത്രമാത്രം. അപ്പൊ ഹലോ ഗൈസ്, അപ്പൊ നമുക്ക് ഡ്രാമയിലേക്ക് കിടക്കാം. ഡ്രാമ തുടങ്ങാൻ പോലെ. അപ്പൊ നോക്കാം അതിന്റെ ബാഗൊക്കെ എന്ത് രസമുണ്ട് നോക്ക്. അപ്പൊ നമുക്ക് ഡ്രാമയിലേക്ക് കിടക്കാം. ആലപ്പുഴക്കാരുടെ ഡ്രാമയുണ്ട്, എല്ലാരും ശ്രദ്ധിച്ച് കാണണം. ഹലോ ഗൈസ്, അപ്പോൾ നിങ്ങൾ ഇന്നലെ പറഞ്ഞില്ലേ ഡ്രാമ കാണാൻ പോകുന്നു. അപ്പോൾ ഡ്രാമയുടെ വീഡിയോ ഞങ്ങൾ ഇട്ടിട്ടുണ്ട്. പക്ഷെ അത് പാർട്ട് 1ഉം പാർട്ട് 2ഉം ആയിട്ടാണ് ഇട്ടിട്ടുള്ളത്. എല്ലാവരും കാണണം. അതിൻ്റെ കൂടെ തന്നെ സബ്സ്ക്രൈബും ഷെയറും ലൈക്കും ചെയ്യണം. അപ്പോൾ ടാറ്റാ ബൈ ബൈ.